ഉദ്ഘാടനം ചെയ്യാമെന്ന് അറിയിച്ചിരുന്നത് ബഹുമാനപ്പെട്ട കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ ആർ ലതാദേവി ആണ്. മാഡത്തിന് ഇന്ന് ഒഴിവാക്കാനാകാത്ത മറ്റൊരു അസൗകര്യം, അതായത് നമ്മുടെ ജില്ലയിലെ പ്രവേശനോത്സവത്തിന്റെ പരിപാടികളിൽ പങ്കെടുക്കേണ്ടതുകൊണ്ട് രാവിലെ നിങ്ങൾ എല്ലാവരും എത്തുന്നതിന് മുൻപ് തന്നെ ഇവിടെ വന്ന് അസൗകര്യവും അതിനുള്ള വിഷമവും അറിയിച്ചതിന് ശേഷമാണ് പോയത്. ഇന്നത്തെ പ്രോഗ്രാം നമുക്ക് ഉദ്ഘാടനം ചെയ്യാൻ നമ്മുടെ ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് ശ്രീ കെ സുദേവനാണ് എത്തിച്ചേരുന്നത്. ഏതാനും നിമിഷങ്ങൾക്കകം അദ്ദേഹം എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിനു മുമ്പ് വളരെ നേരത്തെ തന്നെ എത്തിച്ചേർന്ന എല്ലാ പ്രിയപ്പെട്ടവരോടുമായി നമ്മുടെ സ്കൂളിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയാണ് ഈ സമയം ഞാൻ ഉപയോഗിക്കുന്നത്. ഏറെ സന്തോഷമുണ്ട് ഇത്രയും നിറഞ്ഞ സദസ്സ് കാണുമ്പോൾ. രക്ഷിതാക്കൾ നിറയെ എത്തുമ്പോൾ അവരുടെ മനസ്സിലെ ആകാംക്ഷയാണ് എന്റെ മനസ്സിൽ വരുന്നത്. തങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ അവർ സുരക്ഷിതരാണോ, അവരുടെ ഭാവി സുരക്ഷിതമാണോ, നമ്മുടെ സ്വപ്നം പോലെ നമ്മുടെ കുഞ്ഞുങ്ങൾ മുന്നോട്ട് പോകുമോ എന്ന ഒരു ആശങ്ക എല്ലാവർക്കും ഉണ്ടാകും. അപ്പൊ ആ ഒരു ആശങ്കയിൽ നിന്നുകൊണ്ടാണ് എല്ലാവരും +1 ഒരു സ്കൂള് തെരഞ്ഞെടുക്കുന്നത്. ഒരു സ്കൂൾ തെരഞ്ഞെടുക്കുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകുന്നത് പല ഘടകങ്ങളാണ്. എന്റെ കുഞ്ഞ് സുരക്ഷിതമായിരിക്കുമോ, അവന്റെ അധ്യയനം ശരിയായ രീതിയിൽ നടക്കുമോ, അവൻ ഏറ്റവും മികച്ച വ്യക്തിയായി രൂപപ്പെട്ടു വരുമോ. ജീവിതത്തിന്റെ ഘട്ടത്തിൽ ഒരു പ്രധാനപ്പെട്ട അവസ്ഥയാണ് കൗമാരം എന്ന് പറയുന്നത്. SSLC കഴിഞ്ഞ് പ്രായം ഒരു പ്രത്യേക അവസ്ഥയിലെത്തുമ്പോൾ സമൂഹത്തിന്റെ എല്ലാ പ്രലോഭനങ്ങളും ഈ കൈകളും നീട്ടി കുഞ്ഞുങ്ങളെ ആകർഷിക്കുന്ന സമയത്ത് ഏറ്റവും സുരക്ഷിതമായ രീതിയിൽ, ഏറ്റവും നല്ല രീതിയിൽ തങ്ങളുടെ കുഞ്ഞുങ്ങൾ രൂപപ്പെട്ട് പുറത്തേക്ക് വരണം, ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസം കഴിഞ്ഞ് എന്ന് എല്ലാ രക്ഷിതാക്കളും ആഗ്രഹിക്കും. അപ്പോഴാണ് ഏത് സ്കൂൾ തിരഞ്ഞെടുക്കണം എന്നുള്ള ചോദ്യത്തിന് പ്രസക്തി ഉണ്ടാകുന്നത്. അപ്പൊ നിങ്ങളിൽ പല ആളുകളും ഗവൺമെന്റ് MG ഹയർ സെക്കൻഡറി സ്കൂൾ ഫസ്റ്റ് ഓപ്ഷനായി സ്വീകരിച്ചവരാണ്. അഡ്മിഷൻ സമയത്ത് ശ്രദ്ധിച്ചിരുന്നു, ചടയമംഗലം പ്രദേശത്ത് നിന്ന് വളരെ ദൂരെയുള്ള പല സ്ഥലങ്ങളിൽ നിന്നും ഇവിടേക്ക് കുട്ടികൾ വന്നിട്ടുണ്ട്. അപ്പൊ അത് വളരെ സന്തോഷത്തോടുകൂടി പ്രതീക്ഷയോടുകൂടിയുമാണ് ചടയമംഗലം ഗവൺമെന്റ് MG ഹയർ സെക്കൻഡറി സ്കൂൾ കാണുന്നത്. ഈ സ്കൂളിൽ പോലുള്ള രക്ഷിതാക്കളുടെ അല്ലെങ്കിൽ സമൂഹത്തിന്റെ വിശ്വാസമാണ് ആ പ്രതിഫലിക്കപ്പെടുന്നത്. തീർച്ചയായിട്ടും ആ സന്തോഷം അല്ലെങ്കിൽ ആ പ്രതീക്ഷ, നിങ്ങളുടെ ആ പ്രതീക്ഷ അതിനൊക്കെ ഉയരുന്നതിന് വേണ്ടി ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ്. കൂടുതൽ ഉത്തരവാദിത്വമുള്ളവരാക്കി ഞങ്ങളെ മാറ്റുകയാണ് നിങ്ങളുടെ ആ പ്രതീക്ഷ. അപ്പൊ എന്തുകൊണ്ട് MG ഹയർ സെക്കൻഡറി സ്കൂൾ, അതുകൊണ്ട് എന്തുകൊണ്ട് MGHS അല്ലെങ്കിൽ ഗവൺമെന്റ് MGHS? ഞങ്ങൾക്ക് നിങ്ങളോട് പറയുവാനുള്ളത്, പഠനത്തോടൊപ്പം പാഠ്യേതര വിഷയങ്ങൾക്കും കൂടി പ്രാധാന്യം കൊടുത്തുകൊണ്ട്, അച്ചടക്കത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് വിദ്യാർത്ഥിയെ നല്ല രീതിയിൽ മൗൾഡ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കൂട്ടം അധ്യാപകരാണ് നമ്മുടെ സ്കൂളിലുള്ളത്. ഏറ്റവും കരുതലോടെയും ഉത്തരവാദിത്വ ബോധത്തോടെയും നിങ്ങളുടെ കുഞ്ഞിനെ അവർ ഹാൻഡിൽ ചെയ്യും. അതുപോലെ തന്നെ അധ്യാപകരും രക്ഷിതാക്കളും തമ്മിൽ ആരോഗ്യകരമായ ഒരു ബന്ധമാണ് ഈ സ്കൂളിലുള്ളത്. അധ്യാപകരോടൊപ്പം തോളോട് തോൾ ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു PTA-യും SMC-യും സ്കൂൾ വികസന സമിതിയുമാണ് നമുക്കുള്ളത്. അതുപോലെ തന്നെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ, ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്ത് ഇവയുമായി എല്ലാം ചടയമംഗലം ഗവൺമെന്റ് MGHS വളരെ ആരോഗ്യകരമായ ബന്ധത്തിലാണുള്ളത്. സ്കൂളുമായി എല്ലാ ലോക്കൽ ബോഡീസും ഏറ്റവും ഹൃദ്യമായ ബന്ധമാണ് സൂക്ഷിക്കുന്നത്. ഇപ്പൊ ഒരു ഗവൺമെന്റ് സ്കൂളിന് നൽകാൻ കഴിയുന്ന ഏറ്റവും മെച്ചപ്പെട്ട ഭൗതിക സാഹചര്യങ്ങൾ എല്ലാം ഒരുക്കിക്കൊണ്ട്, ഏറ്റവും നല്ല അധ്യയനം പ്രദാനം ചെയ്തുകൊണ്ട്, ഏറ്റവും കരുതലോടെയും സ്നേഹത്തോടെയും ഉത്തരവാദിത്വ ബോധത്തോടെയും നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഞങ്ങൾ സംരക്ഷിക്കും എന്നുള്ളതാണ് നിങ്ങൾക്ക് ഞങ്ങൾ നൽകുന്ന ഉറപ്പ്. അപ്പൊ ആ ഉറപ്പ് പാലിക്കപ്പെടണമെങ്കിൽ വിദ്യാർത്ഥിയുടെ ഭാഗത്തു നിന്നും രക്ഷിതാവിന്റെ ഭാഗത്തു നിന്നും കൃത്യമായ സഹകരണം ഞങ്ങളോടൊപ്പം ഉണ്ടാകണം. നമ്മുടെ സ്കൂള് വർഷങ്ങളുടെ പാരമ്പര്യമുള്ള, പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ഒരു സ്കൂളാണ്. 65 വർഷം പൂർത്തിയാക്കിയ ഒരു പള്ളിക്കൂടമാണ് നമ്മുടേത്. ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസം, ഹയർ സെക്കൻഡറി ക്ലാസുകൾ ഇവിടെ ആരംഭിച്ചത് 2000 ആണ്ടിലാണ്. അന്ന് തൊട്ട് ഇങ്ങോട്ടുള്ള 2000 മുതൽ ഇങ്ങോട്ടുള്ള സ്കൂളിന്റെ വളർച്ചയും അധ്യയനവും ഒക്കെ പരിശോധിച്ചാൽ വളരെ നല്ല രീതിയിലുള്ള മുന്നേറ്റമാണ്
നമ്മൾ നടത്തിയിട്ടുള്ളത് എന്നുള്ളത് ഈ ചടയമംഗലത്തിൽ നിന്ന് പഠിച്ചു പോയ അല്ലെങ്കിൽ ചടയമംഗലം സ്കൂളിൽ നിന്ന് പഠിച്ചു പോയ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഒക്കെ സാക്ഷ്യപ്പെടുത്തുന്നതാണ്. ഈ സ്കൂളിന്റെ 2000-ൽ അധ്യയനം ആരംഭിച്ച ഈ സ്കൂളിൽ 2005-ൽ ഒരു അധ്യാപികയായി വന്ന ആളാണ് ഞാൻ. 2016 വരെ ഈ സ്കൂളിൽ അധ്യാപികയായി ഉണ്ടായിരുന്നു. പിന്നീട് മറ്റു ചില സ്കൂളുകളിലേക്കൊക്കെ പോയതിനു ശേഷം 2023-ലാണ് ഞാനിവിടെ പ്രിൻസിപ്പലായിട്ടാണ് തിരിച്ചു വരുന്നത്. അപ്പൊ അന്ന് 2000-ലുള്ള അവസ്ഥ വെച്ച് പരിശോധിക്കുമ്പോൾ ഏറെ പുരോഗതി നമ്മുടെ സ്കൂളിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് എന്റെ അനുഭവ സാക്ഷ്യം തന്നെയാണ്. കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും മനോനിലയിലും ധാരാളമായ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. സമൂഹത്തിനാകെ പ്രത്യേകിച്ചും കോവിഡിന് ശേഷം ഉണ്ടായിട്ടുള്ള മാറ്റങ്ങളെല്ലാം തന്നെ നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിലുണ്ടായ മാറ്റങ്ങളെല്ലാം തന്നെ നമ്മുടെ സ്കൂളിന് ബാധകമാണ്. അതുകൊണ്ട് തന്നെ 2020-ന് മുൻപ് കൈകാര്യം ചെയ്ത രീതിയിൽ നമുക്ക് കുട്ടികളെ കൈകാര്യം ചെയ്യാൻ കഴിയില്ല. അതിവിടെ ഇരിക്കുന്ന എല്ലാ രക്ഷിതാക്കൾക്കും അറിയാം. അപ്പൊ അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി വൈകാരികമായ രീതിയിൽ, കുറച്ചുകൂടി ഇമോഷണലി ബൗണ്ടായ രീതിയിൽ നമ്മൾ കുട്ടികളെ കൈകാര്യം ചെയ്യണം. അധ്യാപകരാണെങ്കിലും ശരി, രക്ഷിതാക്കളാണെങ്കിലും ശരി. ഞാൻ പറഞ്ഞു വരുന്നത് മൊബൈൽ ഉപയോഗവും ലഹരിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഒക്കെ കൺസിഡർ ചെയ്തിട്ടാണ്. നന്നായി പഠിക്കുക എന്ന് മാത്രമല്ല, സാമൂഹ്യ വിപത്തുകളിൽ നിന്നും സോഷ്യൽ മീഡിയയുടെ നെഗറ്റീവായിട്ടുള്ള അവസ്ഥകളിൽ നിന്നുമൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കേണ്ടതുണ്ട്. അതിന് സ്കൂളിലേക്ക് വന്നു കഴിഞ്ഞാൽ അധ്യാപകർ മാത്രം വിചാരിച്ചാൽ പോരാ. തീർച്ചയായിട്ടും അവരുടെ കാര്യത്തിൽ ആരോഗ്യകരമായ ഒരു ഇടപെടൽ രക്ഷിതാവിന്റെ ഭാഗത്തുനിന്ന് എപ്പോഴും ഉണ്ടാകണം. ഞാൻ സൂചിപ്പിച്ചു, ആരോഗ്യകരമായ ഇടപെടൽ എന്നാണ്. എപ്പോഴും കുട്ടിയുമായി വടിയുമായി മാത്രം അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻസ് മാത്രം കൊടുക്കുന്ന ഒരു രീതിയല്ല. അവരെന്താണ്, അവരുടെ ആവശ്യങ്ങൾ എന്താണ്, അവരുടെ പ്രശ്നങ്ങൾ എന്താണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിൽ ഏറ്റവും പോസിറ്റീവ് ആയിട്ടുള്ള രീതിയിൽ ഇടപെടുക എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പൊ ആ പോസിറ്റീവായ ഇടപെടലിന് എപ്പോഴും അധ്യാപകരും അല്ലെങ്കിൽ കുട്ടി പഠിക്കുന്ന സ്കൂളും രക്ഷിതാവും തമ്മിൽ ഒരു നല്ല ബന്ധം ഉണ്ടാകണം. ഇന്ന് ഈ നിറഞ്ഞ സദസ്സ് കാണുന്നു. പക്ഷേ വർഷങ്ങളുടെ അനുഭവം കാണിക്കുന്നത് ആദ്യത്തെ പരീക്ഷ കഴിഞ്ഞ ക്ലാസ് PTA വിളിക്കുമ്പോൾ ഇതിന്റെ 4-1 രക്ഷകർത്താക്കൾ ഉണ്ടാവില്ല എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ പാടില്ല. കുട്ടിയുടെ വളർച്ചയുടെ അല്ലെങ്കിൽ കുട്ടിയുടെ അക്കാദമിക വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും അവന്റെ പുരോഗതി, അത് നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും നേരിട്ട് മനസ്സിലാക്കുന്നതിന് രക്ഷിതാവ് സമൂഹമായി തീർച്ചയായിട്ടും നിരന്തര സമ്പർക്കത്തിൽ ആയിരിക്കണം എന്നുള്ള കാര്യം ആദ്യമേ തന്നെ നിങ്ങളോട് സൂചിപ്പിക്കട്ടെ. പിന്നെ എന്റെ ഒരു നിരീക്ഷണത്തിൽ നമ്മുടെ കുട്ടികളെല്ലാം നല്ലതാണ്. സാഹചര്യങ്ങളാണ് അവരെ പലപ്പോഴും മാറ്റിയെടുക്കുന്നത്. മറ്റു പല സ്കൂളുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ നമ്മുടെ സ്കൂളിൽ ഇപ്പൊ നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കഴിഞ്ഞ 2-3 വർഷമായിട്ട് ഞാൻ ഒബ്സർവ് ചെയ്തത് കണ്ടത്, മറ്റു പല സ്കൂളിലും പോകുമ്പോൾ കാണുന്ന കുട്ടികളെക്കാൾ വളരെ നല്ല അച്ചടക്കമുള്ളവരാണ് നമ്മുടെ ഇവിടുത്തെ കുട്ടികൾ. അപ്പൊ ഇനി വരുന്ന തലമുറയും അങ്ങനെ ആയിരിക്കട്ടെ, ഈ വരുന്ന ബാച്ചും അങ്ങനെ തന്നെ ആയിരിക്കട്ടെ എന്ന് വളരെ ശുഭാപ്തി വിശ്വാസത്തിലുള്ള പ്രതീക്ഷയിലാണ് ഇപ്പോൾ ഞാൻ ഉള്ളത്. നമ്മുടെ കുട്ടികൾക്ക് ഇവിടെ വന്ന് അഡ്മിഷൻ എടുത്തപ്പോൾ ആദ്യം കൊടുത്തൊരു ഇൻസ്ട്രക്ഷൻ ഉണ്ട്. എന്നെ വന്ന് കണ്ടവരോടൊക്കെ ഞാൻ പറഞ്ഞതാണ്, 9 മണി മുതൽ 4:30 മണി വരെയാണ് നമ്മുടെ ക്ലാസ് ടൈം. 9 മണി എന്ന് പറഞ്ഞാൽ കുട്ടികൾ ക്ലാസ്സിനുള്ളിൽ ആയിരിക്കേണ്ട സമയമാണ് 9 മണി. 9 മണിക്ക് പ്രേയറിന്റെ ബെല്ലടിക്കുമ്പോൾ കുട്ടി ക്ലാസ്സിനുള്ളിൽ ഉണ്ടാകണം. കാര്യം 9 മണിക്ക് ബെല്ലടിച്ചതിന് ശേഷം പിന്നീട് കുട്ടി ക്ലാസ്സിലേക്ക് വന്നാൽ എന്താണ് സംഭവിക്കുക? ക്ലാസ്സിൽ നിൽക്കുന്ന അധ്യാപകനും ആ ക്ലാസ്സിലിരിക്കുന്ന മറ്റു കുട്ടികൾക്കും എല്ലാം അതൊരു ബുദ്ധിമുട്ടാകും. വരുന്ന കുട്ടിക്കും പ്രശ്നമാണ്. നിരന്തരമായി ലേറ്റ് ആയിട്ട് വരുമ്പോൾ ആദ്യം പഠിപ്പിക്കുന്ന ഒന്നും കിട്ടാതെ വരുന്നു. അപ്പൊ ആ കുട്ടിയുടെ നിരന്തരമായിട്ടുള്ള ആ പഠനത്തെ അത് ബാധിക്കുന്നു. അപ്പൊ അതുകൊണ്ട് പ്രിയപ്പെട്ട എല്ലാ രക്ഷിതാക്കളും നമ്മളുടെ കുട്ടികൾ കൃത്യസമയത്ത് സ്കൂളിൽ എത്തുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കുകയും അവർ എത്തുന്നു എന്ന് ഉറപ്പുവരുത്തുകയും വേണം. അതുപോലെ തന്നെ കുട്ടി എല്ലാ ദിവസവും സ്കൂളിൽ കൃത്യമായി പ്രസന്റ് ആകുന്നുണ്ടോ എന്ന് തിരിച്ചറിയണം. അതിനുവേണ്ടി ക്ലാസ് വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ എല്ലാ പേരന്റ്സിനെയും ആഡ് ചെയ്തിട്ടുണ്ട്. ആരെങ്കിലും പേര് ആഡ് ചെയ്യാനുണ്ടെങ്കിൽ അത് ക്ലാസ് ടീച്ചേഴ്സിനോട് ബന്ധപ്പെട്ട് നിങ്ങൾ അത് കറക്റ്റ് ചെയ്യേണ്ടതാണ്. ഏതൊക്കെ കുട്ടി ഏതൊക്കെ ദിവസങ്ങളിൽ ആബ്സെന്റ് ആകുന്നു, ഓരോ ദിവസവും ആബ്സെന്റ് കൃത്യമായി ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യും. രക്ഷകർത്താക്കൾ തങ്ങളുടെ കുട്ടി വന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന് ആ ഗ്രൂപ്പ് എല്ലാ ദിവസവും ചെക്ക് ചെയ്ത് മനസ്സിലാക്കേണ്ടതാണ്. ഏതെങ്കിലും കാരണവശാൽ കുട്ടിക്ക് എത്തിച്ചേരാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടെങ്കിൽ രക്ഷിതാവ് തന്നെ ക്ലാസ് ടീച്ചറെ അത് അറിയിച്ചിരിക്കണം. രക്ഷിതാവ് തന്നെ ഇത് പ്രത്യേകമായി പറയാൻ കാര്യം, യാതൊരു കാരണവശാലും കുട്ടി നേരിട്ട് പറഞ്ഞാൽ അത് നമുക്ക് അംഗീകരിക്കാനാവില്ല. കാര്യം
കുട്ടി കള്ളം പറയുകയാണെന്ന് ഉറപ്പുവരുത്താൻ കഴിയില്ല. പണ്ടൊക്കെ നമ്മൾ ലീവ് ലെറ്റർ ആയിരുന്നു ഉപയോഗിച്ചിരുന്നത്. പക്ഷെ ഇപ്പൊ സാമൂഹ്യ മാധ്യമങ്ങൾ വളരെയധികം വളർന്നതിലേക്ക് നമുക്ക് കൂടുതലും വാട്സാപ്പോ അല്ലെങ്കിൽ വോയിസ് മെസ്സേജ് അങ്ങനെയൊക്കെയാണ്. പരമാവധി വോയിസ് മെസ്സേജ് ഒഴിവാക്കുക, വിളിച്ച് പറയുക തന്നെ ചെയ്യുക. അപ്പൊ അത് കുട്ടികൾ വരുന്നു എന്നുള്ളത് ഉറപ്പാക്കാനുള്ള രക്ഷിതാവിന്റെ ഒരു മാർഗമായിട്ട് തീർച്ചയായിട്ടും ഉപയോഗിക്കും. ഞങ്ങൾക്കും നിങ്ങൾക്കും ഒരുപോലെ സേഫാണ് കാര്യം. പരമാവധി എല്ലാ ദിവസവും ക്ലാസ് വരിക. വല്ല അസുഖങ്ങളൊക്കെ ആയിട്ട് വരാൻ പറ്റാത്ത സാഹചര്യങ്ങൾ ഒഴിച്ച് ബാക്കി കൃത്യമായി ക്ലാസ്സിൽ വരുന്ന കാര്യം ഉറപ്പാക്കുക. കാരണം അച്ചടക്കത്തിൽ പ്രധാനപ്പെട്ട ഒന്നാണ് കൃത്യസമയത്ത് വരിക എന്നുള്ളതും എല്ലാ ദിവസവും പ്രസന്റ് ആവുക എന്നുള്ളത്. ഒഴിവാക്കാനാവാത്ത സാഹചര്യങ്ങളിൽ മാത്രമേ ആബ്സെന്റ് ആവാൻ പാടുള്ളൂ. അപ്പൊ തീർച്ചയായിട്ടും അച്ചടക്കം പ്രധാനമാണ്. യൂണിഫോമിന്റെ കാര്യം അതുപോലെ തന്നെയാണ്. നമുക്ക് ആഴ്ചയിൽ 5 ദിവസവും യൂണിഫോമാണ്. എല്ലാ ദിവസവും യൂണിഫോമാണ്. യൂണിഫോമിന്റെ പാറ്റേൺ നിങ്ങൾക്കിവിടെ പറഞ്ഞു തന്നിട്ടുണ്ടാവും. ആദ്യം അഡ്മിഷൻ എടുത്ത ഫസ്റ്റ് അലോട്ട്മെന്റ് സെക്കൻഡ് അലോട്ട്മെന്റും അഡ്മിഷൻ എടുത്ത മിക്ക കുട്ടികളും അത് യൂണിഫോം വാങ്ങിയിട്ടുണ്ട്. പക്ഷെ എല്ലാവർക്കും എത്തി കാണില്ല. അപ്പം ഇന്ന് പൈസ കൊണ്ടുവന്നിട്ടുള്ള രക്ഷിതാക്കൾക്ക് തീർച്ചയായിട്ടും ക്ലാസ് ടീച്ചറിനെ അത് ഏൽപ്പിക്കാവുന്നതാണ്. കുട്ടികൾ ക്ലാസ്സിലേക്ക് പോകുമ്പോൾ കൊടുത്താൽ മതിയാവും. അതുപോലെ തന്നെ ടെക്സ്റ്റ് ബുക്കുകൾ ഇംഗ്ലീഷ്, മലയാളം, ഹിന്ദി, കമ്പ്യൂട്ടർ സയൻസ് എന്നീ വിഷയങ്ങൾ ഇത്തവണ പുതിയ പുസ്തകങ്ങളാണ്. അതുകൊണ്ട് ആരെങ്കിലും പഴയ പുസ്തകങ്ങൾ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഉപകാരപ്പെടുകയില്ല. സർക്കാരിൽ നിന്ന് ഓർഡർ ചെയ്ത പുസ്തകങ്ങളിൽ 50% പുസ്തകങ്ങളാണ് എത്തിയിട്ടുള്ളത്. ഇത് ലാംഗ്വേജിന് മാത്രമേ ഇപ്പൊ എത്തിയിട്ടുള്ളൂ. ഉടൻ തന്നെ ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ മറ്റത് എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പുസ്തകം വാങ്ങാൻ ആഗ്രഹിക്കുന്ന പേരൻസ് കുട്ടികളുടെ കയ്യിൽ പൈസ കൊടുത്തു കഴിഞ്ഞാൽ അത് സ്കൂളിൽ വിതരണം ചെയ്യുന്നതാണ്. യൂണിഫോം പറഞ്ഞിരിക്കുന്ന പാറ്റേണിൽ തന്നെ തയ്ക്കുക. കൃത്യമായ പുസ്തകങ്ങൾ വാങ്ങുക. എല്ലാ ദിവസവും അധ്യയനം ഉറപ്പാക്കുക. ലേറ്റ് കമ്മിങ് ഒഴിവാക്കുക. ഇതോടൊപ്പം ചേർത്ത് വായിക്കേണ്ട പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, നിങ്ങളുടെ കുട്ടി രാവിലെ എത്തുമ്പോൾ വീട്ടിൽ നിന്നും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണ് വരുന്നത് എന്ന് കൃത്യമായി ഉറപ്പുവരുത്തുക. കാരണം നമ്മൾ വർഷങ്ങളായി കാണുന്നതാണ്, ഈ 9 മണിക്ക് സ്കൂളിൽ എത്തുന്ന കുട്ടി രാവിലെ 6:30 മണിക്കോ 7 മണിക്കോ ട്യൂഷൻ സെന്ററിൽ പോകും. അത് വേണ്ട എന്ന് നമ്മൾ പറയുന്നില്ല. പക്ഷേ 7 മണിക്ക് ട്യൂഷൻ സെന്ററിൽ പോകാൻ ചിലപ്പോൾ 6 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന കുട്ടി ആഹാരം ഒന്നും കഴിക്കാതെ ആയിരിക്കും വരുന്നത്. തലേന്ന് രാത്രി നന്നായി ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവില്ല ചിലപ്പോൾ. അപ്പൊ ഈ രാവിലെ 6 മണി മുതൽ വൈകുന്നേരം 4:30 മണി വരെ ഇരിക്കുന്ന ഈ കുട്ടി ഉച്ചയ്ക്കാണ് ഇവിടെ ഭക്ഷണം കഴിക്കുക. രാവിലെ ഒന്നും കഴിച്ചിട്ടില്ലെങ്കിൽ 12:50 ഇവിടുത്തെ ലഞ്ച് ബ്രേക്ക് ടൈം. ആ സമയം വരെ ആഹാരം കഴിക്കാതിരിക്കുന്ന കുട്ടിക്ക് ഒരു ക്ലാസ്സിലും ശ്രദ്ധിക്കാൻ കഴിയില്ല. ആദ്യം ഒരു ട്രൗസറസ് ആയിരിക്കും, മയക്കം വരും. പിന്നെ അത് കുട്ടിയെ ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് നയിക്കും. അപ്പൊ അതുകൊണ്ട് ദയവായി രക്ഷിതാക്കൾ കുട്ടി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണ് വരുന്നത് ഉറപ്പാക്കുക. അല്ലെങ്കിൽ കുട്ടിക്ക് കൊടുത്തുവിടുക, ടിഫിൻ ബോക്സിൽ കൊടുത്തുവിടുക ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള സാധനം. അത് എപ്പോഴെങ്കിലും ഉള്ള സമയത്ത് അതിനുള്ള സാഹചര്യം ഉണ്ടാക്കി കുട്ടിക്ക് അത് കഴിക്കാവുന്നതാണ്. അതുപോലെ തന്നെയാണ് ഉച്ചഭക്ഷണവും കൊടുത്തുവിടുക. അല്ലെങ്കിൽ ഈ രാവിലെ കഴിക്കാത്ത കുട്ടികളെ ഉച്ചയ്ക്ക് കഴിക്കില്ല, പിന്നെ വൈകുന്നേരം വീട്ടിൽ വരുന്നതായിരിക്കും കഴിക്കും. അപ്പൊ അതുകൊണ്ട് ഉച്ചഭക്ഷണം കൊടുത്തുവിടുക. ഉച്ചഭക്ഷണം കൊണ്ടുവരുമ്പോൾ വേഗം ശ്രദ്ധിക്കുക, നിങ്ങൾ ടിഫിൻ ബോക്സിൽ തന്നെ കൊടുത്തുവിടുക. ഗ്രീൻ പ്രോട്ടോകോൾ ഇപ്പോൾ എല്ലാ സ്കൂളുകളിലും ബാധകമാണ്. ഇലയിലും പൊതിയിലും ഭക്ഷണം കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്കത് ഡിസ്പോസ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് പരമാവധി പാത്രത്തിൽ തന്നെ കൊടുത്തുവിടുക. അതുപോലെ തന്നെ പ്ലാസ്റ്റിക് ബോട്ടിലുകളിൽ ഒഴിവാക്കിക്കൊണ്ട് സ്റ്റീൽ കുപ്പികളിൽ വെള്ളം കൊടുത്തുവിടുക. തീർച്ചയായിട്ടും നിങ്ങളെ ഒരു കുപ്പി വെള്ളം കുട്ടികൾ കൊണ്ടുവന്നുവെന്ന് ഉറപ്പാക്കണം. തിളപ്പിച്ചാറിയ വെള്ളമാണ്, ഷിഗല്ല പോലെയുള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ വാട്ടർ ബോട്ടിൽ ഉണ്ടെങ്കിൽ പോലും കുപ്പിയിൽ വീട്ടിൽ നിന്ന് കുറച്ച് ചൂടുവെള്ളം കൊണ്ടുവന്നാൽ അതായിരിക്കും നല്ലത്. അപ്പൊ അങ്ങനെയുള്ള കുട്ടിയുടെ ഹെൽത്ത് ഇഷ്യൂസ് ആയിട്ടുള്ള കാര്യങ്ങളും നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പൊ ഈ പറഞ്ഞ പോലെ ഈ കാര്യങ്ങളെല്ലാം രക്ഷിതാക്കൾ ശ്രദ്ധിച്ചാലും അധ്യാപകർ ശ്രദ്ധിച്ചാലും നമ്മുടെ ഈ പ്രയത്നത്തിന്റെ എല്ലാം ഗുണഭോക്താക്കളായിട്ട് വരേണ്ട ആളുകൾ നമ്മുടെ മക്കളാണ്. അപ്പൊ അവർക്ക് ഈ ഉദ്ദേശിക്കുന്ന ലക്ഷ്യങ്ങൾ നേടണമെങ്കിൽ, അതായത് രക്ഷിതാക്കളും അധ്യാപകർ ഉദ്ദേശിക്കുന്ന ലക്ഷ്യങ്ങൾ കുട്ടികൾക്ക് വേണമെങ്കിൽ അവർക്ക് ആദ്യം ഒരു ലക്ഷ്യബോധം വേണം. പ്രിയപ്പെട്ട മക്കളെ, ലക്ഷ്യബോധമില്ലാതെ ആരും എവിടെയും എത്തിയിട്ടില്ല. ലക്ഷ്യബോധം കൊണ്ട് മാത്രം എത്താൻ സാധിക്കില്ല. വിജയം എന്ന് പറയുന്നത് ഒരിക്കലും യാദൃച്ഛികമായി സംഭവിക്കുന്ന ഒന്നല്ല. നമ്മുടെ ഇവിടുത്തെ ചരിത്രം പരിശോധിച്ചാൽ എല്ലാ വർഷങ്ങളും നിരവധി കുട്ടികൾ ഫുൾ A+ വാങ്ങി പാസ്സാവുന്നുണ്ട്. ഈ വർഷവും 20 കുട്ടികൾക്ക് എല്ലാ വിഷയത്തിലും A+ ഉണ്ടായിരുന്നു. ചടയമംഗലം പഞ്ചായത്തിലെ തന്നെ ഹയർ സെക്കൻഡറിയിലെ ഏറ്റവും കൂടുതൽ മാർക്ക് നമ്മുടെ സ്കൂളിലെ ഫർഹാന AJ എന്ന് പറയുന്ന കുട്ടിക്കാണ്. 1200 മാർക്കിൽ 2 മാർക്ക് മാത്രമേ ആ കുട്ടിക്ക് നഷ്ടപ്പെട്ടിട്ടുള്ളൂ. അപ്പൊ അത്തരത്തിലുള്ള വിജയങ്ങൾ നമ്മളെ സന്തോഷിപ്പിക്കും.
എന്തുകൊണ്ടാണ് ഈ വിജയം യാദൃശികമായിട്ടുണ്ടാകുന്നതാണോ? അല്ല, ലക്ഷ്യബോധത്തോടൊപ്പം കഠിനാധ്വാനവും കൂടി ഉണ്ടാകുമ്പോഴാണ് വിജയം ഉണ്ടാകുന്നത്. അപ്പൊ അതുകൊണ്ട് വിജയം വരുന്ന ഒരു ദിവസത്തിന് വേണ്ടി അതിന് പിന്നിൽ ഏറെ ദിവസങ്ങൾ നമ്മൾ അധ്വാനിക്കേണ്ടി വരും. ചിലപ്പോൾ നമ്മളുടെ ഉറക്കം നഷ്ടപ്പെടും, ആഹാരം നഷ്ടപ്പെടുത്തരുത് കേട്ടോ, അത് കഴിക്കണം. ചിലപ്പോൾ നിങ്ങളുടെ ഉറക്കം നഷ്ടപ്പെടും, നമുക്ക് ഫോൺ നോക്കിക്കൊണ്ടിരിക്കാനുള്ള സമയം നഷ്ടപ്പെടും, വിനോദോപാധികൾ ഏർപ്പെടാനുള്ള സമയം കുറച്ചൊക്കെ തടസ്സപ്പെടും. പക്ഷേ അന്തിമമായി നമുക്കൊരു ലക്ഷ്യമുണ്ടെങ്കിൽ ആ ലക്ഷ്യം നേടുമ്പോൾ നമുക്ക് കിട്ടുന്ന സന്തോഷം ഈ ചെറിയ ചെറിയ സന്തോഷങ്ങളെക്കാൾ ഒത്തിരി വലുതായി. അപ്പൊ അതിനുവേണ്ടി നമ്മുടെ വലിയ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി, നമ്മുടെ മാതാപിതാക്കളുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടി തീർച്ചയായിട്ടും ഈ ഇരിക്കുന്ന പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾ എല്ലാവരും തന്നെ ഏറ്റവും നന്നായി അധ്വാനിക്കുകയും കൃത്യമായ ഒരു ലക്ഷ്യബോധത്തോടു കൂടി മുന്നോട്ട് പോവുകയും വേണം. ഏറ്റവും തുറന്ന മനസ്സോടുകൂടി നിങ്ങളുടെ രക്ഷിതാക്കളോട് നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾക്ക് പറയുവാൻ കഴിയണം. അധ്യാപകരോട് ഹൃദയം തുറന്ന് സംസാരിക്കാൻ കഴിയണം. കൂട്ടുകാരെ സ്നേഹിക്കാൻ കഴിയണം. ചുരുക്കി പറഞ്ഞാൽ വിദ്യാഭ്യാസം കൊണ്ട് പൂർണ്ണതയിൽ എത്തേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അധ്യയനത്തോടൊപ്പം തന്നെ മറ്റ് കലാകായിക പ്രവർത്തനങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും ചേർത്ത് വെച്ചുകൊണ്ട് ഒരു ഉത്തമ പൗരനായി തീരുവാൻ, ഒരു ഉത്തമ വിദ്യാർത്ഥിയായി തീരുവാൻ, സമൂഹത്തിന്റെ നല്ല പൗരന്മാരായി മാറുവാൻ നിങ്ങൾക്ക് എല്ലാവർക്കും കഴിയട്ടെ എന്നാണ് എന്റെ പ്രാർത്ഥന. അപ്പൊ അതിനുവേണ്ടിയുള്ള ഞങ്ങളാൽ കഴിയുന്ന എല്ലാ പരിശ്രമങ്ങളും ഈ സ്കൂളിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകും എന്നുള്ള ഒരു ഉറപ്പാണ് ഇവിടെ നിങ്ങൾക്ക് തരുന്നത്. തീർച്ചയായും നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ആ ഉറപ്പ് പാലിക്കാൻ വേണ്ടി അധ്യാപകരും വിദ്യാർത്ഥിയും അതുപോലെ രക്ഷിതാവും ഒന്നിച്ചു ചേർന്നുള്ള പ്രവർത്തനം, ഒരു ഹാർമണി ഇവിടെ ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി നിങ്ങളോടുള്ള ഈ ചെറിയ സംവാദം ഞാൻ അവസാനിപ്പിക്കുകയാണ്. തീർച്ചയായിട്ടും എല്ലാവരുടെ ഭാഗത്തുള്ള സഹകരണം തുടർന്നുള്ള ദിവസങ്ങളിൽ ഉണ്ടാകും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുകയാണ്. ചീഫ് ഗസ്റ്റ് എത്തിയാൽ ഉടൻ തന്നെ ഉദ്ഘാടന സമ്മേളനം ആരംഭിക്കുന്നതാണ്. ഹയർ സെക്കൻഡറി വിഭാഗത്തിലെ പ്രിൻസിപ്പൽ ശ്രീമതി ദീപ ദേവരത്നാണ്